ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ളത് റവയാണ്. റവ ഇതുപോലെയുള്ള ഒരു കപ്പിൽ 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ടെക്സ്ചറില്ലേ, ആ ഒരു രീതിയിലേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കൊരു വലിയൊരു പാൻ വെക്കാം. ആ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ചെറിയ സൈസിലുള്ള സവാളയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചറും അതുപോലെ തന്നെ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം മസാലകളൊക്കെ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു ബിരിയാണി റെഡിയാക്കുമ്പോൾ നമ്മൾ റൈസ് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള മസാലകളൊന്നും ഇതിലേക്ക് ഇടണ്ട. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ലെമണിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ കുരുവൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കളയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ബീഫും ഈ മസാലയും ഒക്കെ നന്നായിട്ട് യോജിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം തന്നെ, സെയിം അളവ് തന്നെ എടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ റവ വറുത്ത് വെച്ചത്, ആ വറുത്ത് വെച്ച റവ കുറേശ്ശെയായിട്ട് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റവ എല്ലാം ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം റവ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ വേണം കേട്ടോ നമ്മൾ വെള്ളവും എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിത് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു സേമിയ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയില ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ചേർത്തത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.